ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീടുകളിൽ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ സാമ്പാർ പൊടി ഉണ്ടാക്കാമെന്ന് നമുക്ക് കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. സാമ്പാർ പൊടി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ സ്പൈസസ് എല്ലാം ചൂടാക്കി എടുക്കണം, റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനെ എടുക്കുന്നത് മുളകാണ്. ഞാൻ എടുത്തേക്കുന്നത് എരിവില്ലാത്ത മുളകാണ്. കാശ്മീരിയോ അല്ലെങ്കിൽ ബേഡിഗ ചില്ലിയോ ഉപയോഗിക്കാം. ഞാൻ ബേഡിഗ ഉപയോഗിച്ചേക്കുന്നത്. ഒരു 25 എണ്ണമാണ് എടുത്തേക്കുന്നത്. ചെറിയ ചൂടിലിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നോക്കുന്നൊരു പരുവം ഒടിക്കുമ്പോൾ നന്നായിട്ട് ഒടിയണം, ആ രീതിയിൽ റോസ്റ്റഡ് ആവണം. അപ്പോൾ നമ്മുടെ മുളകൊക്കെ നന്നായിട്ട് മൂത്ത് തുടങ്ങി. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. ഒരു ചെറിയ പിടി കറിവേപ്പില. നമ്മൾ ചൂടോടെ ഒടിച്ച് നോക്കുമ്പോൾ അത് ഒടിയത്തില്ല. അതൊന്ന് ആറുമ്പോഴത്തേക്ക് അത് കറക്റ്റ് പരുവാകും. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് മല്ലിയാണ്, അതോടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ മൂപ്പിക്കുമ്പോൾ ഒത്തിരി കളർ മാറാൻ പാടില്ല, നല്ലൊരു മണം വരും. പിന്നെ ഇത് ചെറുതായിട്ട് പൊട്ടി തുടങ്ങും. ആ സമയം തന്നെ എടുക്കുക. നമ്മൾ കൈവച്ച് തൊട്ട് നോക്കുമ്പോൾ നല്ലതായിട്ട് പൊടിയുന്നുണ്ട്. ആ ഒരു സ്റ്റേജിൽ എടുക്കാം. നമുക്ക് 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ ഇച്ചിരി ഹീറ്റായിട്ടാണ് എടുത്തേക്കുന്നത്. ഉലുവ ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആവണം. അതേപോലെ ഒന്ന് കളർ ചേഞ്ച് ചെയ്ത് തുടങ്ങുമ്പോൾ എടുക്കാം. നല്ലൊരു മൂത്ത മണവും വരും. നമുക്കുള്ളത് ദാലുകളാണ്. അപ്പോൾ ദാലൊക്കെ ഞാൻ ഒന്ന് കഴുകിയിട്ട് വെള്ളം കളഞ്ഞ് വെച്ചേക്കുന്നതാണ്. കടലപ്പരിപ്പ് 1/4 കപ്പ്, ഉഴുന്നുപരിപ്പ് 1/8, 1/4 കപ്പിൻ്റെ പകുതി, തുവരപ്പരിപ്പ് 1/8 കപ്പ്. ഇതെല്ലാം കൂടെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ സാമ്പാറിൽ ഇടുമ്പം സാമ്പാർ ഒന്നുകൂടി ന്യൂട്രീഷ്യസുമാണ്, മാത്രമല്ല നല്ലൊരു കൊഴുപ്പ് കിട്ടും. നമ്മൾ വാങ്ങിക്കുന്ന പൊടിയിലൊക്കെ എപ്പോഴും ഈ ദാലുകളുടെ കണ്ടന്റ് ഉണ്ടാവും. ചെറിയ ചൂടിൽ കിടന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നിങ്ങൾ ദാൽ ഒരു കഷ്ണം എടുത്തൊന്ന് ബൈറ്റ് ചെയ്ത് നോക്കുക. നന്നായിട്ട് റോസ്റ്റഡ് ടേസ്റ്റും ആയിരിക്കും. അതേപോലെ നന്നായിട്ട് പൊടിഞ്ഞു പോകും. ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ എടുക്കുക. അപ്പോൾ ചൂടാറിയ ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം. ആദ്യം മുളകെല്ലാം കൂടി ഇടാം. ചൂടാറിയപ്പോഴത്തേക്ക് നല്ല പൊടിയുന്ന പോലെ കിട്ടും. ഇതാണ് ഇതിൻ്റെ പരുവം. അതായത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാം. നമുക്ക് ചേർക്കാനുള്ളത് കായംപൊടിയാണ്. കായംപൊടി 1.25 ടേബിൾ സ്പൂൺ. നമ്മളിത് കോമ്പൗണ്ടഡ് അസഫോറ്റിയുടെ പൗഡറാണ്. നല്ല കായമായിട്ട് ഉപയോഗിക്കുന്ന ചെറിയൊരു കഷ്ണം നമ്മൾ ആദ്യം മൂപ്പിക്കുന്ന കൂടെ മുളകിൻ്റെ കൂടെ എല്ലാം ഇട്ട് മൂത്ത് കഴിഞ്ഞ ശേഷം ബാക്കിയിടുക. ഇതിപ്പോൾ 1.25 ടേബിൾ സ്പൂൺ കായംപൊടി. അതേപോലെ 1/2 ടീസ്പൂൺ ഹീപ്ഡായിട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. സാമ്പാർ പൊടി റെഡി. ഇത് ചൂടാറി കഴിയുമ്പോൾ ബോട്ടിലാക്കി സൂക്ഷിക്കാം. ഈ അളവിൽ നമ്മൾ സാമ്പാർ പൊടി ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു 160 ഗ്രാം സാമ്പാർ പൊടിയാണ് കിട്ടുക. നമുക്ക് ഒരുപാട് പ്രാവശ്യം നമുക്ക് സാമ്പാർ ഉണ്ടാക്കാനായിട്ടുള്ളൊരു ക്വാണ്ടിറ്റി ഉണ്ട്. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ അല്ല പുറത്താണെങ്കിലും ഒരു 3 മാസമൊക്കെ കേടുകൂടാണ്ടിരിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.